പ്രതിപക്ഷ ഉപനേതൃ തർക്കത്തിൽ സിപിഐയും സിപിഎമ്മും തുറന്ന പോരിലേക്ക്. പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ ബിനോയ് വിശ്വം നടത്തിയ പരാമർശത്തിൽ സിപിഎമ്മിന് കടുത്ത അതൃപ്തിയാണ്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയാണ് ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നേരത്തെ തന്നെ ഈ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സിപിഐയും ഒപ്പം തന്നെ സിപിഎമ്മും. ഒരു കാരണവശാലും സിപിഐയുടെ ആവശ്യത്തെ അംഗീകരിക്കില്ല എന്ന പിടിവാശിയിലായിരുന്നു സിപിഎം. അതെ, ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഉപനേതൃസ്ഥാനം അതും സിപിഎമ്മിന് അവകാശപ്പെട്ടതാണ്. അതിന് കൃത്യമായ മറുപടിയാണ് ഇന്നലെ ബിനോയ് വിശ്വം നൽകിയത്. കാരണം ഒരിക്കലും മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹത്തെ പോലുള്ളവരുടെ ഭാഗത്തിനും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് എന്ന്. ഏതായാലും ആ ഒരു തർക്കം ഇങ്ങനെ തുടക്കം പോലെയല്ല, ഇപ്പോൾ പരസ്യ നേതാക്കളുടെ തുറന്നു പറച്ചിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതെ, പ്രശാന്ത് പറയും. കെ പി രാഖി കഴിഞ്ഞ ദിവസം കടന്നുപോയത് മുൻ മുഖ്യമന്ത്രി, അത് നിലവിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള വാക്പോരുകളാണ് കടന്നുപോയത്. ഈ വിഷയം, അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം, അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന് പറയുന്നത് താൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്താൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. മറ്റ് ചില പരാമർശങ്ങളും അന്നത്തെ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇതാണ് CPIയെ ചൊടിപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ട് പിണറായി വിജയനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഈ വിമർശനങ്ങൾ കൂടിയാണ് ഇപ്പോൾ വലിയ രീതിയിൽ രണ്ട് പാർട്ടികളിലും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. പിണറായിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ CPI പ്രതികരിക്കുന്നത്. അതിന് മറുപടി നൽകിയ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണവും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ CPI ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന LDF യോഗം ചേർന്നിരുന്നു. ആ LDF യോഗത്തിലൊന്നും കാര്യമായിട്ട് രീതിയിൽ ഈ ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. ഉപനേതൃ പദവി ചൊല്ലിയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇത്തരത്തിൽ മാധ്യമങ്ങളടക്കം വാർത്ത വന്നത് ഇത്തരത്തിൽ ഇതിൽ നിന്നൊരു CPI മയപ്പെടുന്നു എന്ന തരത്തിലായിരുന്നു. എങ്കിൽ പോലും പിന്നീടിങ്ങോട്ട് ആണ് പിന്നീടിങ്ങോട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം ഇത്തരത്തിലുണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു തുറന്ന പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇതിലാണ് CPIയെ ചൊടിപ്പിക്കുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത്. അതിൽ ഇപ്പോൾ കടുത്ത വിമർശനം CPI നേരത്തെ തന്നെ ഉന്നയിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അത് തന്നെ ഉന്നയിച്ചു. ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ പദവിക്ക് ചേരാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാവിന് ചേരാത്ത ഭാഷയാണ് പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് എന്നടക്കമുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. ഈ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തുടർന്ന് ഇതൊരു മുന്നണി സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ ഈ രണ്ട് പാർട്ടിയുടെയും ഈ ഒരു നിലപാട് മുന്നണി സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ നേതാക്കൾ തമ്മിലുള്ള പരസ്യപ്പോര്, അതോടൊപ്പം തന്നെ ഈ ഉപനേതൃ പദവി ചൊല്ലിയുള്ള ഈ പോര്, CPM പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും CPIക്ക് അല്ല ഈ ഉപനേതൃ സ്ഥാനം നൽകിയിരുന്നത്. അത് CPM തന്നെ കൈയാളിയിരുന്നതാണ്. CPM തന്നെയാണ് അത് നോക്കിയിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം, 2 വർഷം ഈ ദയനീയമായ പരാജയം, CPM അത്തരത്തിൽ ദയനീയമായി പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല CPIക്ക് അവർ മത്സരിച്ച സീറ്റുകളിലൊക്കെ ഏകദേശം വിജയിക്കാനായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് CPI പറയുന്നത് പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. മാത്രമല്ല മുന്നണിയിലെ ഒരു പ്രബല രണ്ടാമത്തെ കക്ഷിയാണ് CPI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപനേതൃ സ്ഥാനത്തിന് സ്വാഭാവികമായും ഞങ്ങൾക്ക് അർഹതയുണ്ടെന്ന് CPI പറയുകയും ചെയ്തു. എന്നാൽ CPIയെ പരിഗണിക്കാത്തൊരു സമീപനമാണ് CPM നേരത്തെ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഒടുവിലാണ് ഇത്തരത്തിൽ ഇതിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു പരസ്യ പ്രതികരണം എന്ന നിലയിൽ എത്തിയിരിക്കുകയും ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് അവസാനിക്കാൻ താൻ സ്പീക്കർക്ക് ഒരു കത്ത് നൽകിയാൽ മാത്രം മതി, അതോടുകൂടി ചർച്ചകളെല്ലാം അവസാനിക്കും, ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നൊക്കെ പറയുന്നത് ഇത് CPIയെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് ഈ ഉപനേതൃ പദവി അത് ആർക്ക് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് ഒരാളെ നിശ്ചയിച്ചു കൊണ്ടൊരു കത്ത് നൽകി കഴിഞ്ഞാൽ അത് സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്യും, പ്രതിപക്ഷ ഉപനേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും. അതാണ് CPIക്ക് ഇത്തരത്തിൽ
ഇത്തരത്തിൽ അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തെ ഇത്തരത്തിൽ പ്രകോപിതനാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്നാണ് പിണറായിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബിനോയ് വിശ്വം രംഗത്തെത്തിയത്. രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു വിമർശനം ഉണ്ടായത്. ഈ വിമർശനങ്ങളാണ് CPM-നും ഇപ്പോൾ പ്രതിഷേധത്തിനിടയായിരിക്കുന്നത്. പിണറായി പോലെ പ്രതിപക്ഷ നേതാവിനെ ഇത്തരത്തിൽ മോശമായ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യം ബിനോയ് വിശ്വത്തിന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിൻ്റെ ഭാഷയും ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ CPM-ലെയും ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തെ ചൊല്ലിയുള്ളൊരു തർക്കം അത് രൂക്ഷമാകുന്നു. ഇതിനി ഈ ഒരു തർക്കം എന്ന് പറയുന്നത് അത് CPM-ന്റെ നിന്നും അല്ലെങ്കിൽ മുന്നണിയിൽ നിന്നും CPI-ക്ക് പിന്നോട്ട് പോകാനല്ല, പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി തെളിയിക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ തർക്കം തുടർന്നു കഴിഞ്ഞാൽ ഒടുവിൽ അത് കലാശിക്കുന്നത് LDF-ൽ നിന്നും CPI പുറത്തേക്ക് പോകുന്ന നിലയിലേക്കൊക്കെ ആകുമോ എന്നതൊക്കെയാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും തർക്കം ശരി പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ CPI ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. കടുത്ത അതൃപ്തി CPM-നുമുണ്ട്, ഒപ്പം തന്നെ CPI-ക്കുമുണ്ട്. അവർക്ക് പരസ്പരം കടുത്ത അതൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഏതായാലും ഈ രാഖി വലിയ പരാജയം, അമ്പേ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇടതിനുള്ളിൽ വലിയ രീതിയിലുള്ള അന്തഃഛിദ്രങ്ങൾ രൂപപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഉപനേതൃ പദവി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് CPI പറയുമ്പോൾ CPI സംബന്ധിച്ചിടത്തോളം അത് അവകാശപ്പെട്ടതാണ്. പക്ഷേ CPM പിണറായി വിജയൻ എന്തിന് കടുംപിടുത്തം തുടരുന്നു എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്.